കർത്താവിന്റെ മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് വേദ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറെ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും വഴിവെച്ചിട്ടുള്ള ഒരു വേദാംശമാണ് ഞാനിവിടെ വ്യാഖ്യാനിക്കുവാൻ ദൈവസന്നയിൽ താല്പര്യപ്പെടുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ. അവിടെ ഞാൻ വായിക്കുന്നു: ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാനുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ഈ വാക്യാംശം സംബന്ധിച്ച്, അതിന്റെ വ്യാഖ്യാനം സംബന്ധിച്ച് പല ആളുകളും എന്നോട് അതിന്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് പൊന്തോസിലും ആസിയയിലും ബെതുനിയയിലും കപ്പദോക്യയിലും ഫ്രുഗിയയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായിട്ടുള്ള വിശ്വാസികൾക്കാണ് തന്റെ 2 ലേഖനങ്ങളും എഴുതുന്നത്. അങ്ങനെ എഴുതി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിട്ട് ദുഷ്പ്രവൃത്തിക്കാർക്ക് അവൻ പ്രതികൂലമായിരിക്കുന്നു എന്നുള്ള വിഷയമാണ് 12 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം 19-ാം വാക്യം പറയുകയാണ്: ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുങ്ങുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഒരു പറ്റം വേദവിദ്യാർത്ഥികൾ ഈ വേദഭാഗം, അല്ലെങ്കിൽ ഈ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കർത്താവായ യേശു ക്രിസ്തു ചരിത്രപരമായി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപപരിഹാരാർത്ഥം മരിച്ച ശേഷം അവിടെ നിന്ന് പോയി പാതാളത്തിൽ ചെന്നിട്ട് അവിടെ കിടക്കുന്ന മൃതന്മാരുടെ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വ്യാഖ്യാനമാണ്. അതുകൊണ്ട് ഇതിന്റെ ശരിയായ വ്യാഖ്യാന വശം എന്താണെന്നാണ് ഇപ്പോൾ ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നത് ആത്മാവിൽ അവൻ ചെന്നു. ആരെക്കുറിച്ചാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എവിടെ ചെന്നു? പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നോഹയോട് ദൈവം പറഞ്ഞു, വലിയൊരു പ്രളയ ന്യായവിധി വരാൻ പോകുന്നു. ആകയാൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. ഒരു പെട്ടകം ഉണ്ടാക്കണം. 3 തട്ടും ഏകവാതിലുമായി ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിന്റെ അടുക്കൽ ഇതിനകത്ത് വരാൻ പോകുന്ന ഭയാനകമാകുന്ന കാറ്റക്ലിസം, ജലപ്രളയം, അത് മുഖാന്തരമായി നശിച്ചു പോകാതിരിക്കുന്നതിന് നിന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ ആ പെട്ടകത്തിനകത്തേക്ക് അഭയം പ്രാപിക്കട്ടെ, അവർ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. നമ്മൾ നോഹയുടെ വംശാവലിയും നോഹയ്ക്ക് ദൈവം ഈ വെളിപ്പാട് നൽകിയ സമയവും നോഹ പെട്ടകം പണിതതും ഭൂമിയിൽ മഴ പെയ്തതുമായിട്ടുള്ള കാലഘട്ടത്തെ എണ്ണി തിട്ടപ്പെടുത്തി നോക്കിയാൽ ഏതാണ്ട് 120 സംവത്സരം എന്ന് കിട്ടും. അതുകൊണ്ടാണ് വേദപഠിതാക്കൾ പലരും നോഹ 120 സംവത്സര കാലം ലോകത്തോട് പ്രസംഗിച്ചു എന്ന് പറയുന്നു. ആ 120 പറയുന്ന കാൽക്കുലേഷൻ വരുന്നത് ഇങ്ങനെയാണ്: മഹാപ്രളയത്തെക്കുറിച്ച് നോഹയ്ക്ക് ദൈവം വെളിപ്പാട് നൽകിയത് മുതൽ പെട്ടകം പണി ആരംഭിച്ച് പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ച് ഭൂമിയിൽ അന്ന് വരെ സംഭവിച്ചില്ലാത്ത മഴ ആകാശത്തിന്റെ കിളിവാൽ തുറന്ന് ഭൂമിയിലേക്ക് പെയ്ത് പ്രളയ ന്യായവിധി തുടങ്ങുന്നത് വരെയുള്ള കാലഘട്ടം 120 സംവത്സരമാണ്. ഈ 120 സംവത്സരം നോഹ നീതി പ്രസംഗിയായി തന്റെ ചുറ്റുപാടുള്ള ജനങ്ങളോട് പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 11 വരെ വായിച്ചാൽ
മാനസാന്തരത്തിന്റെ സന്ദേശമാണ് നോഹ പ്രസംഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ നിശ്ചയമായിട്ടും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, നോഹയോട് ദൈവം ഈ പ്രളയ ന്യായവിധിയെക്കുറിച്ച് അറിയിച്ച പ്രകാരം താന് ഓരോ ആളുകളുടെയും അല്ലെങ്കിൽ കൂട്ടത്തിന്റെയും അടുക്കൽ ചെന്നിട്ട് വലിയൊരു പ്രളയ ന്യായവിധി വരാൻ പോകുന്നു, ഭൂമിയിൽ വലിയ പെരുമഴ പെയ്യാൻ പോകുന്നു, ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണ്. ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഞാൻ ഉണ്ടാക്കിയ ഈ പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കണം. പട്ടണത്തിൽ പ്രവേശിക്കുന്നവർക്ക് ദൈവം പ്രത്യേകമായ ജീവരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. എന്നാൽ സങ്കടത്തോടെ പറയട്ടെ, ആ പ്രസംഗം കേട്ട് ഒരു മനുഷ്യൻ പോലും ആ പട്ടണത്തിൽ കയറിയില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ മാത്രം. അവർ മാത്രമാണ് പെട്ടകം മുഖാന്തരമായി രക്ഷ പ്രാപിച്ചത് എന്ന് നാം വായിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ. എന്താണ് ഈ ദൈവത്തിന് ദീർഘക്ഷമയോട് കാത്തിരിപ്പ്? ഈ 120 സംവത്സരവും നോഹ, നീതിപ്രസംഗിയായ നോഹ ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും രക്ഷാമാർഗത്തെക്കുറിച്ചും പ്രസംഗിച്ചിട്ടും ആരെങ്കിലും വിശ്വസിച്ച് ഈ പെട്ടകത്തിനകത്തേക്ക് കയറുമോ എന്ന് അറിയേണ്ടതിന് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നിട്ട് എന്താ സംഭവിച്ചത്? അനുസരിക്കാത്തവരായി തടവുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. നോക്കണം. അപ്പൊ ഇവിടുത്തെ കൺഫ്യൂസിംഗ് ഫാക്ടർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ അനുസരിക്കാത്തവരായ ആളുകളുടെ ആത്മാക്കൾ ഇപ്പോൾ യാതന സ്ഥലത്താണ്. അവരോട് കർത്താവ് പ്രസംഗിച്ചു എന്നാണ് മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. അത് തെറ്റാണ്. അങ്ങനെയല്ല. നോഹ എന്ന് മാത്രമല്ല, വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ ഇങ്ങോട്ട് വന്ന ഹാനോക്ക് പ്രവാചകൻ തുടങ്ങി പഴയ നിയമകാലത്തെ മുഴുവൻ പ്രവാചക വരേണ്യന്മാരും അതുപോലെ മാനസാന്തര സന്ദേശം അറിയിച്ച ആളുകളും എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, യാഗം കഴിച്ച് എന്നോട് നിരപ്രാപിച്ചവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുവീൻ എന്നാണ് ന്യായവിധിക്കായി ദൈവം കൂട്ടിവരുത്തുമ്പോൾ പ്രഖ്യാപിക്കുന്നത്. പഴയ നിയമകാലത്ത് മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യർ യാഗം കഴിക്കുന്നതും ദൈവത്തോട് നിരപ്രാപിക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയും നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ യാഗങ്ങളുടെ എല്ലാം അപ്പുറത്ത് ഒരു പരമമായ യാഗമുണ്ടെന്നും ആ യാഗങ്ങളുടെ കേവല നിഴലാണ് ഈ യാഗമെന്നും ദൈവാത്മാവിനാൽ അവർക്കൊക്കെ മനസ്സിലായിരുന്നു. ചരിത്രത്തിൽ 2000 വർഷം മുമ്പ് അരങ്ങേറിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ബലിമരണത്തിലെ ചരിത്രത്തിലൂടെ ഞാനും നിങ്ങളും നോക്കി കാണുന്ന പോലെ കാണാൻ അവർ കഴിഞ്ഞില്ലെങ്കിലും വരുവാനുള്ള പ്രത്യാശയെ വിശ്വാസത്തിന്റെ കണ്ണിൽ കൊണ്ട് തങ്ങൾ അർപ്പിച്ച യാഗകർമാദികളോട് നോക്കി കാണുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനത്തിൽ 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക അണിനിരത്തുമ്പോൾ അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടും അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ പരദേശികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയിൽ മരിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് അവര് മരിച്ചത്. അപ്പൊ നോക്കിക്കോണം, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നപ്പോൾ ഇവരാരും തന്നെ വിശ്വാസത്താൽ ഈ പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചില്ല. പെട്ടകം 3 തട്ട് ഏകവാതിലുമായി ഉണ്ടാക്കപ്പെട്ടതും പെട്ടകത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി വിളംബരം ചെയ്യപ്പെട്ടതും പെട്ടകത്തിന്റെ കിളിവാതിൽ അടയ്ക്കുവാനായി ദൈവം നിയോഗിച്ച സമയത്ത് ദൈവം തന്നെ അത് അടയ്ക്കുകയും നോഹയും കുടുംബവും അതിനകത്ത് പ്രവേശിച്ച ശുദ്ധിയുള്ളതും ഇല്ലാത്തതുമായ മൃഗങ്ങളും സുരക്ഷിതരായി അത് സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു പറഞ്ഞാൽ 120 സംവത്സരവും കാത്തിരുന്നു. പക്ഷേ എന്ത് പ്രയോജനമുണ്ടായി? ആരും അതിൽ പ്രവേശിച്ചില്ല. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരുമാണ്. അങ്ങനെ 8 ആളുകൾ, അതായത് തന്റെ കുടുംബം മാത്രം. വിശ്വാസത്താൽ നോഹ തനിക്കും കുടുംബത്തിനും വേണ്ടി തന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിതു എന്നാണ് എബ്രായർ 11-ാം അധ്യായത്തിൽ ഈ നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചത് ഞാൻ പറയാം. നോഹയുടെ കാലത്ത് അവിശ്വാസികളായി മരിച്ച് പാതാളത്തിൽ യാതനാസ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മരിച്ചവരുടെ ആത്മാക്കളോട് കർത്താവായ യേശു കാൽവരിയിലെ ക്രൂശിൽ മരണം വരിച്ച ശേഷം അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അവർക്ക് വിടുതൽ കൊടുത്തെന്നാണോ ഇതിന്റെ വ്യാഖ്യാനം? അല്ല. പിന്നെന്താണ്? ഈ നോഹ പ്രസംഗിച്ചത് ഈ പെട്ടകത്തിൽ കൂടിയുള്ള രക്ഷയാണ്.
പെട്ടകം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ ഒരു നിഴലാണ്. ഇപ്പൊ നോഹ ഈ പെട്ടകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ രക്ഷ പ്രാപിക്കും എന്ന് പ്രസംഗിച്ചു. ഒരു വലിയ മഹാന്യായവിധി, പ്രളയ ന്യായവിധി വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു. അന്നത്തെ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു കാരണം ഈ പ്രപഞ്ച സൃഷ്ടി മുതൽ, ലോക സൃഷ്ടി മുതൽ ഈ നോഹയുടെ പ്രളയം വരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയും ഉയർന്നും അത് പെയ്തും ഭൂമിയെ നനച്ചുകൊടുത്ത് വായിക്കുന്നു. ഏതാണ്ട് 2000 വർഷക്കാലത്തെ ചരിത്രമാണ് സൃഷ്ടി മുതൽ നോഹ വരെ. അന്ന് വരെയുള്ള ജനം മഴ കണ്ടിട്ടില്ല. മഴ കണ്ടില്ലാത്ത ജനം ഒരു വലിയ പെരുവെള്ളം ഉണ്ടായിട്ട് ദൈവം ഇതിനെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അവർ അവിശ്വസിച്ച് കളഞ്ഞു. അതായത് രക്ഷയുടെ സന്ദേശത്തെ അവർ അവഗണിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ഈ ആത്മാക്കളോട് കർത്താവായ യേശു കാൽവറിലെ ക്രൂശിൽ മരിച്ചിട്ട് അവിടെ പോയി അവർക്കൊരു 2ാം അവസരം നൽകാൻ വേണ്ടി പ്രസംഗിച്ചു എന്നാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെയല്ല. നോഹയിലൂടെ പ്രസംഗിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു എന്നാണ്. നോഹ ഒരു പ്രളയ ന്യായവിധി വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നോഹയുടെ അതിരങ്ങളിൽ കൂടി ആ ജനത്തോട് സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. ഒരു പെട്ടകം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കൽപ്പിച്ചിരിക്കുന്നു, അതിൽ കൂടി നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ നോഹയിൽ കൂടെ സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. പഴയ നിയമ കാലഘട്ടം മുഴുവൻ രക്ഷിക്കപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് നിദാനമായി അവരോട് രക്ഷയുടെ ദൂത് ദൈവം അറിയിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവ് മുഖാന്തരമായിരുന്നു. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ ആത്മാവ് മുഖാന്തരമായി നോഹ പ്രസംഗിച്ച ഈ പ്രസംഗം കേട്ട് വിശ്വസിക്കാത്ത ആളുകൾ സ്വാഭാവിക മരണത്തിന് വിധേയരായി. അങ്ങനെ സ്വാഭാവിക മരണത്തിന് വിധേയരായ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാക്കൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയപ്പെടുന്നതായിട്ടുള്ള ധനവാന്റെ ആത്മാവ് ആയിരിക്കുന്ന യാതനാ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ ലോവർ ഷിയോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അവിടെ അവർ ഡീറ്റെയിൻഡ് ആണ്. പറഞ്ഞാൽ അവിടെ തടവിലാണ്. ഏത് തടവില്? പാപത്തിന്റെ യാതനയുടെ തടവറയിലാണ്. അവര് മാത്രമല്ല, ഇവിടെ വേറൊരു സംശയമുണ്ട്. നോഹയുടെ കാലത്തിന് മുമ്പുള്ള ആത്മാക്കളുടെ കാര്യം പറയാതെ, അതിന് ശേഷമുള്ള ആത്മാക്കളുടെ കാര്യം പറയാതെ എന്തിനാണ് നോഹയുടെ കാലത്ത് മാത്രം പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. നോഹയുടെ കാലത്തെ മാത്രമല്ല ഇവിടുത്തെ വിഷയം. ആദാം മുതൽ ഇങ്ങോട്ടുള്ള വംശാവലിയുടെ മുഴുവൻ ആത്മാക്കളുടെയും ചരിത്രമാണ് ഈ സംശയിക്കുന്നത്. എന്നാൽ നോഹ ഉണ്ടാക്കിയ പെട്ടകത്തോട് ബന്ധപ്പെട്ടുള്ള രക്ഷയെ പരാമർശിക്കുമ്പോഴാണ് പത്രോസ് ഈ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിൽ അന്ന് നോഹയോട് ദൈവം സംസാരിച്ചു. അല്ലാതെ ക്രിസ്തു ഈ കാൽവരി ക്രൂശിൽ മരിച്ച ശേഷം പാതാളത്തിൽ ചെന്ന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി 2ാം അവസരം എന്ന നിലയിൽ അവരോട് ആരോടും സുവിശേഷം പ്രസംഗിച്ചില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയും മറ്റൊരു വിഷയം പറയാം. കർത്താവ് ഈ മരണസ്ഥലത്ത് മരിച്ചതിനു ശേഷം എവിടെയായിരുന്നു? എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അവിടെ ബദ്ധന്മാർ എന്ന് പറയുന്നത് ഈ ക്യാപ്റ്റിവേറ്റഡ് ദ ക്യാപ്റ്റീവ് അല്ലെങ്കിൽ എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ബന്ധനസ്ഥരായവരെ കർത്താവ് അവിടുന്ന് വിടുവിച്ചു എന്നാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ആദാം മുതലുള്ള സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിനു വേണ്ടി ദൈവം വെച്ചിരുന്ന പരമമായ യാഗം യേശു ക്രിസ്തുവിന്റെ ശരീരമരണത്തിൽ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് എബ്രായർ പറയുമ്പോൾ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ യാഗങ്ങളുടെ യാഗമാണ് കർത്താവായ യേശുവിന്റെ യാഗം. സർവ്വയാഗത്തിന്റെയും പരിസമാപ്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം. ക്രിസ്തു ക്രൂശിന്മേൽ യാഗമായി. അങ്ങനെ യാഗമായി കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെയോ പഴയ നിയമത്തിന്റെയോ ആവശ്യകത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ട് ക്രിസ്തു നിവർത്തിച്ചു എന്ന് ക്രിസ്തുവിന് ബോധ്യമായി. അപ്പോൾ എന്ത് ചെയ്തു? പുനരുത്ഥാനത്തിന് മുമ്പ് കർത്താവായ യേശു ക്രൂശിന്മേൽ മരിച്ചിട്ട് അരിമത്തിലെ യോസേപ്പിന്റെ കല്ലറയിൽ തന്റെ ഭൗമശരീരം സംസ്കരിച്ച് കർത്താവായ യേശു ആ കല്ലറയിൽ നിന്ന് ഉയർക്കുന്നതിന് മുമ്പുള്ള മണിക്കൂറുകളിൽ ന്യായമായും നാം വിശ്വസിക്കുന്നത് കർത്താവ് ഈ പാതാളത്തെ സന്ദർശിച്ചു. പാതാളത്തിന് 2 തട്ടുകളാണ്. ഒന്ന് ലോവർ ഷിയോൾ, അധമ പാതാളം. മറ്റേത് അപ്പർ ഷിയോൾ അല്ലെങ്കിൽ ഉത്തമ പാതാളം. ഉത്തമ പാതാളത്തിലാണ് ലാസറിന്റെ ആത്മാവ് ഇരിക്കുന്നത്. അബ്രഹാമിന്റെ മടി എന്നാണ് അറിയപ്പെടുന്നത്. പാരഡൈസ് എന്നും പറയപ്പെടുന്നു. അത് അവനെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്ന് പറയുന്നത് ഈ അപ്പർ പാരഡൈസിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന
പഴയ നിയമത്തിലെ വിശ്വാസത്താൽ നീതിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്ക് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സ്ഥാപിക്കാൻ എബ്രായർ തന്നെ വാക്യമുണ്ട്, നാം അവരെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒന്ന് മുൻകരുതിയിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെയാണ് രക്ഷയുണ്ടായത്? യാഗങ്ങളിലൂടെ, യാഗം കഴിച്ച് ദൈവത്തോട് പ്രാപിച്ചവർ. നമുക്കെന്താണ് അതിനേക്കാൾ ശ്രേഷ്ഠമായതെന്ന് പറയുന്നത്? കേവലം ഈ മൃഗയാഗത്തിലൂടെയല്ല, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന യാഗത്തിലൂടെ നമുക്ക് രക്ഷ കർത്താവ് നേടിയിരിക്കുന്നു. അപ്പോൾ മൃഗയാഗം കൊണ്ട് ദൈവസ്വനിൽ നീതിക്കപ്പെട്ട ആ നീതീകരിക്കപ്പെട്ട ആളുകളെക്കാൾ ശ്രേഷ്ഠമായ ഒരു നീതീകരണത്തിന്റെ പദവി പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമരണം കൊണ്ട്, അല്ലെങ്കിൽ യാഗം കൊണ്ട് നമുക്ക് സാധിപ്പിച്ചു. അവിടെ പറയാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കണം. അപ്പൊ നമ്മുടെയും അവരുടെയും രക്ഷയുടെ പൂർത്തീകരണം കർത്താവായ യേശുവിന്റെ ക്രൂശിലെ ബലിയിലാണ്, അല്ലെങ്കിൽ യാഗത്തിലാണ്. അപ്പൊ കർത്താവ് എന്ന ഈ ഉത്തമ പാതാളത്തിലായിരുന്ന അബ്രഹാമിന്റെ മടിയിലുള്ള വിശ്വാസിയോട്, അല്ലെങ്കിൽ ഈ ലാസർ അയക്കുന്ന സ്ഥലത്തെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പറഞ്ഞു, നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. 2, നിങ്ങൾ ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. അവരെ അവിടുന്ന് റിലീസ് ചെയ്തു, പർദീസ മാറ്റി സ്ഥാപിച്ചു. അതാണ് 3-ാം സ്വർഗം എന്ന പേരിൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, ക്രിസ്തുവിലെ മനുഷ്യനെ ഞാൻ അറിയുന്നു, 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അവൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു, ജഡത്തോടുകൂടിയോ ജഡം കൂടാതെയോ ഞാൻ അറിയുന്നില്ല, അത് ദൈവം അറിയുന്നു. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനല്ലാതെ പ്രശംസിക്കുകയില്ല എന്നിട്ട് പറയാണ്, അവിടെ ആത്മാക്കൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ വായിക്കുക, വേർ ഐ ഹേർഡ് ദ സ്പിരിറ്റ് സ്പീക്കിംഗ് ഇൻ ദ ലാംഗ്വേജ് വിച്ച് നൗ ഐ ആം നോട്ട് പെർമിറ്റഡ് ടു റിവീൽ. അതായത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തുവാൻ എനിക്ക് അനുവാദമില്ലാത്ത ഭാഷകളിൽ അവിടെ ആത്മാക്കൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇത് പൗലോസ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ട അനുഭവമാണ്. ഇനി കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അധമ പാതാളത്തിൽ കിടക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇവർക്ക് നമ്മളൊരു പിറപ്പുണ്ട്, ഇതിന്റെ മധ്യത്തിലായിരിക്കണം കർത്താവ് ചെയ്യുന്നത്. ഉത്തമ പാതാളത്തിലുള്ള ആളുകളോട് അവരുടെ റിലീസ് പ്രഖ്യാപിക്കുകയും അവരുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം അധമ പാതാളത്തിൽ നിത്യയാതനയ്ക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ പഴയ കാലത്തെ, നോഹയുടെ കാലത്തെ ഉൾപ്പെടെയുള്ള വിശ്വാസത്തിന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാത്തവരായ ഇവിടെ ഡിറ്റൈനായി കിടക്കുന്ന ഈ ആത്മാക്കൾ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം ക്രൂശിൽ നിവർത്തിക്കിയാൽ നിങ്ങളുടെ ശിക്ഷാവധി ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, വിശുദ്ധന്മാർക്ക് പാരഡൈസിൽ നിന്ന് റിലീസും, അതുപോലെ തന്നെ അവിശ്വാസികളായി മരിച്ചടക്കപ്പെട്ട ആളുകളുടെ ആത്മാക്കൾക്ക് നിത്യ ദണ്ഡനത്തിനായിട്ടുള്ള ശിക്ഷാവധിയുടെ സ്ഥിരീകരണവും കർത്താവായ യേശു നൽകി. ഇനി അതാണ് ഇവിടുത്തെ ഈ പറയപ്പെട്ട വിഷയം. അല്ലാതെ അവിടെ പാതാളത്തിൽ ചെന്ന് കർത്താവായ യേശു സുവിശേഷം പ്രസംഗിച്ച് അവിടുന്ന് ആത്മാക്കൾക്ക് 2ാമതൊരു അവസരം കൊടുത്തു എന്നല്ല. അത് തെറ്റായ ചിന്താഗതിയാണ്, വ്യാഖ്യാനമാണ്. 20-ാം വാക്കിനോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പെട്ടകത്തിന് അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. അപ്പൊ സ്നാനത്തിന്റെ മുൻകുറിയായ ഈ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അപ്പൊ രക്ഷ പ്രാപിക്കുന്ന വെള്ളത്തിൽ കൂടിയാണോ? ഇത് വെച്ചുകൊണ്ടാണ് ചില പെന്തക്കോസ്റ്റ് സഭാവിഭാഗക്കാരും ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭാവിഭാഗരും ഒക്കെ ബാപ്റ്റിസം ഈസ് എസെൻഷ്യൽ ഫോർ സാൽവേഷൻ, രക്ഷയ്ക്ക് സ്നാനം അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുന്നത് സ്നാനത്താലല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി 21-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അപ്പോൾ സ്നാനം അതിൽ തന്നെ രക്ഷയ്ക്ക് മുഖാന്തരമല്ല, അല്ലെങ്കിൽ സ്നാനത്താൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല. പിന്നെന്താണ്? അത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയുടെ അടയാളമാണ്. പക്ഷേ രക്ഷിക്കുന്ന എന്താണ്? യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം, ഈ 3 യാഥാർത്ഥ്യങ്ങളോട് ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഏകീഭവിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭവിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് സ്നാനം. റോമാലേഖന 6-ാം അധ്യായം വാസ്തവത്തില് അവിടെ ഈ ഫിസിക്കൽ സ്നാനത്തെ കുറിച്ച് അല്ല പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും വായിക്കുമ്പോൾ അവിടെ ഈ റോമാലേഖന 6-ാം അധ്യായം ഇതിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മളെ ഏൽക്കുന്ന ഫിസിക്കൽ സ്നാനം വിശ്വാസ സ്നാനത്തിന്റെ സമയത്താണ്.
ഈ വേദഭാഗം വായിച്ചുകൊണ്ട് ഉപദേശിമാരും മൂപ്പന്മാരും എല്ലാം പ്രസംഗിക്കുന്നത്. ആ ഭാഗം ഈ പറയപ്പെടുന്ന വിശ്വാസ സ്നാനത്തെക്കുറിച്ചേ അല്ല, അത് വാസ്തവത്തിൽ ആത്മസ്നാനത്തെക്കുറിച്ചാണ്. 1 കൊരിന്ത്യർ 12:13 പറയപ്പെടുന്ന ആത്മസ്നാനത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ഒരു വിശ്വാസി ഏകീഭവിക്കുന്നതും അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ അവരെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതും സ്നാനത്താലല്ല, കർത്താവായ യേശുവിനെ രക്ഷിതാവാം കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മസ്നാനത്താലാണ്. അത് 1 കൊരിന്ത്യർ 12:13 പൗലോസ് പറഞ്ഞു, യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ആ ആശയമാണ് റോമർ 6 പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തരായ നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അതായത്, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവന്റെ മാർമിക ശരീരത്തിലേക്ക് ഞാൻ ചേർക്കപ്പെട്ടുവെന്നും അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഞാൻ ഏകീഭവിക്കപ്പെട്ടു എന്നും ഉള്ള യാഥാർത്ഥ്യം പരസ്യമായി ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു സിംബോളിക് എക്സ്പ്രഷനാണ് ഇവിടെ പറയപ്പെടുന്നത് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. ജലസ്നാനത്താൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ ആത്മസ്നാനം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കുമുണ്ട്. അത് കർത്താവിന്റെ ശരീരത്തോട് നമ്മെ ചേർക്കാൻ വേണ്ടിയാണ്. ഈ പെട്ടകത്തിലൂടെ എങ്ങനെ രക്ഷ പ്രാപിച്ചു? പെട്ടകം 3 തട്ടും ഏകവാതിലുമായി പണിയപ്പെട്ടിരിക്കുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവിൽ കൂടി ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പ്രതീകമാണ്, സിമ്പലാണ് ഈ പെട്ടകം. പെട്ടകം വെള്ളത്തിന്റെ അകത്താണ് കിടന്നത്. പെട്ടകത്തിന്റെ മേൽ പ്രളയ ന്യായവതിയായ മഴയും വന്നു. പക്ഷേ പെട്ടകത്തിനകത്തുള്ളവർ സുരക്ഷിതരായി തീർന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ ദൈവം നമുക്ക് വരേണ്ടിയിരുന്ന കഷ്ടം വരുത്തുകയും അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് സമ്പൂർണമായ വിമോചനം നൽകുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യം കൂടിയാണ് പത്രോസ് പറയുന്നത്. അല്ലാതെ നോഹയുടെ കാലത്ത് അവിശ്വാസികളായി നരകത്തിലേക്ക് അല്ലെങ്കിൽ യാതനാ സ്ഥലത്തേക്ക് പോയ ഈ ആത്മാക്കളുടെ അടുക്കൽ ചെന്ന് രണ്ടാമത് സുവിശേഷം പ്രസംഗിച്ച് അവരെ കർത്താവ് നിത്യതയിലേക്ക് കൊണ്ടുപോയെന്നല്ല, അവിടെ ന്യായവിധിക്കായി സൂക്ഷിക്കപ്പെട്ട ആളുകളോട് നിങ്ങളുടെ ന്യായവിധി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു, മുദ്രയിടപ്പെട്ടിരിക്കുന്നു, കാരണം ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. മറ്റേ ഉത്തമപാതാളോട് പറഞ്ഞു, നിങ്ങളുടെ ഡെലിവറൻസ് ഇവിടെ സാധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് അവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി അവരുടെ വാസസ്ഥലം ഉന്നത പ്രതീക്ഷ അല്ലെങ്കിൽ 3ാം സ്വർഗമാക്കി മാറ്റി. ഈ വാക്യാംശം അങ്ങനെ മലയാളത്തിൽ പറയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വിഷമം പിടിച്ചൊരു വാക്യമായിട്ടാണ് പല വേദവിദ്യാർത്ഥികളും ഇതിനെ വിലയിരുത്തുന്നത്. അതൊന്ന് റിസോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ തന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം മാറിക്കിട്ടുവാൻ ഒരു പരിധിവരെ സഹായകമായി തീരും എന്ന് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്നോട് വീണ്ടും ചോദിക്കാവുന്നതാണ്. എന്റെ നമ്പർ 9995715708. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.